ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വിചാരിക്കുമല്ലേ ഇതെന്താ സംഭവം എന്നല്ലേ. എൻ്റെ പൊന്നോ, വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കേട്ടോ. ഏകദേശം സമയം ഒരു 10 മണിയൊക്കെ ആയി. മക്കളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയി ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അടുക്കളയിലൊരു ഒച്ച കേട്ടു. പാത്രത്തിൻ്റെ ഇടയിലായിട്ടാണ് ഒരു ഒച്ച കേട്ടത്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയി നോക്കിയപ്പോഴാണ് പാത്രത്തിൻ്റെ ഇടയ്ക്ക് നിന്നൊരു പാമ്പ് ഇങ്ങനെ കയറി വരുന്നു. എൻ്റെ പൊന്നോ, ഒന്നും പറയാൻ പറ്റുന്നില്ല. കയ്യും കാലും ഒക്കെ വിറച്ചിട്ട് പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഇതെന്ത് പാമ്പാന്നും എനിക്കറിയത്തില്ല. ഞാൻ മാക്സിമം ഒന്ന് ഒച്ചയിട്ട് നോക്കി. പക്ഷേ അതവിടെ തന്നെ ഇരുന്നു. കുറേ ശബ്ദം ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പതുക്കെ മുകളിലോട്ട് കയറാൻ തുടങ്ങി. ഇതിന് പറ്റിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് പോകാനുള്ളൊരു വഴി ഇല്ലാതെയായിപ്പോയി. പക്ഷേ ആ കിച്ചൻ്റെ നേരെയായിട്ട് അവിടെ ഒരു ചെറിയൊരു ജനലുണ്ടായിരുന്നു. അതിലിറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിലേയും ഇറങ്ങിപ്പോയില്ല. അത് റിട്ടേൺ ഇങ്ങനെ തിരിഞ്ഞ് വന്ന് ഇപ്പോഴത്തെ റൂമിലേക്കാണ് കയറുന്നത്. ഞാൻ ഹസ്ബൻഡിന് ഫോൺ ചെയ്തപ്പം ജോലി തിരക്കായിരുന്നു, വരാൻ പറ്റുകയില്ല, എങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വിളിക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് ഒരു മനുഷ്യരില്ല. എല്ലാവരും രാവിലെ ജോലിക്കൊക്കെ പോയി. ആളും അനക്കമൊന്നുമില്ല. എനിക്കിതിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ പോകും. ഇതേ പാമ്പ് ഏത് ഭാഗത്തോട്ടാണ് പോകുന്നതെന്ന് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാനൊന്നും പോയില്ല. അവിടെ തന്നെ നിന്നു. ഇതിപ്പോൾ നമ്മുടെ അപ്പുറത്തെ റൂമിലോട്ടാണ് ഇത് കയറുന്നത്. അപ്പം ഞാൻ പിന്നെയും ഫോൺ വിളിച്ചു. എനിക്ക് വയ്യ, എനിക്ക് പേടിയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് വാന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. അങ്ങനെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് എനിക്ക് വീട്ടിനകത്ത് നിൽക്കണോ പുറത്തിറങ്ങണോ എന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അകത്ത് നിൽക്കാനും പേടി. പുറത്തിറങ്ങിപ്പോയ പാമ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാതെ പോകുമെന്ന് കരുതി ഞാൻ അങ്ങനെ നിന്നു. കുറേ നേരം ഞാൻ ചൂലൊക്കെ എടുത്തിട്ട് ശബ്ദങ്ങളൊക്കെ വെച്ച് നോക്കി അത് പോകുമെന്ന്. പക്ഷെ അത് പോകാതെ വീണ്ടും അത് അടുക്കളയിൽ തന്നെ വീണ്ടും റിട്ടേൺ കയറി എൻ്റെ കമ്പി കൂടെ കയറി അത് വന്നു. എന്ത് ചെയ്യണം, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. ഇതെന്താണെന്ന് അറിയില്ല, ഏത് പാമ്പാണെന്ന് എനിക്ക് അറിയാനും പറ്റുന്നില്ല. അപ്പം ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ചേരയായിരിക്കും, ചേര ഒച്ച കേട്ടാൽ പോകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം പക്ഷെ ഒരുപാട് ശബ്ദങ്ങളൊക്കെ ഇട്ടിട്ടും അതങ്ങ് പോയില്ല കേട്ടോ. അതങ്ങനെ തന്നെ കിടക്കുമായിരുന്നു, ഒരു രക്ഷയില്ല. അവസാനം അത് മുറിയിൽ കൂടെ വന്നിട്ട് താഴെ കൂടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനോർത്ത് ചിലപ്പം അതിൻ്റെ വെളിയിലായിട്ട് പടുതയാണ് നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ആ പടുതയിൽ കൂടെ കയറി അങ്ങനെ ഇറങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അങ്ങ് പോയില്ല കേട്ടോ. അവിടെ തന്നെ തിരിഞ്ഞും മറിഞ്ഞും അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഹസ്ബൻഡിനെ വിളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് വാ, ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് കളയാമെന്ന് പറഞ്ഞ് ഞാൻ അവസാനം വിളിച്ച് വേണ്ടി ഞാൻ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുറത്തെ ഭിത്തിയുടെ ഭാഗത്തേക്ക് തല നീട്ടി നിൽപ്പുണ്ട്. പക്ഷെ അതെങ്ങനെ ഇറങ്ങുമെന്ന് ആലോചിച്ചാന്ന് തോന്നുന്നു. പക്ഷേ ആ ഭിത്തിയിൽ കൂടെ താഴെ കൂടെ ഇറങ്ങിപ്പോയി അത് മുറ്റത്തൂടെ പോകാൻ പറ്റാവുന്ന കേസേ ഉള്ളൂ. പക്ഷെ അതങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. കുറേ തവണ ഞാൻ നോക്കി, ദൈവമേ എന്താ ചെയ്യേണ്ടത്, ഒന്ന് ഊർന്നൂർന്ന് വരുന്നുണ്ട്. വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ കിച്ചണിലായിട്ടൊരു അടുക്കളയിൽ ജനലുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ജനലിൻ്റെ അകത്തൂടെ കയറാൻ അത് ശ്രമിക്കുമായിരുന്നു. കാരണം പുറത്ത് വന്നിട്ട് അത് പുറത്ത് പോകുന്നില്ല, അത് അകത്തൂടെ വീണ്ടും കയറാനായിട്ട് നോക്കുമായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ചൂലൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് നിന്ന് അകത്ത് കയറുവാണെങ്കിൽ അകത്തുനിന്ന് അടിക്കാമെന്ന് ഓർത്ത്. കമ്പൊന്നും തപ്പാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് കമ്പൊന്നും കിട്ടിയില്ല. പുറത്തിറങ്ങിപ്പോയത് ഏതുവഴി പോകുമെന്നറിയാത്തത് കൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചൂലും എടുത്ത് പിടിച്ചുകൊണ്ടാണ് നിന്നത്. ഇത് വീണ്ടും അതിലേക്ക് കയറുന്ന കണ്ടപ്പോഴേക്കും ഞാൻ അടയ്ക്ക് വീണിട്ടുണ്ട്. പക്ഷെ അതെങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല. പെട്ടെന്ന് വന്ന് നോക്കിയപ്പം അതിനെ അങ്ങ് കാണാനുമില്ല, അതെങ്ങോട്ടാണ് പോയെന്നറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കുറേ പരിസരത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കി, പക്ഷെ കണ്ടില്ല. എന്തായാലും ചേട്ടായി വന്നപ്പോൾ പാമ്പ് പോയി കഴിഞ്ഞിട്ടാണ് ചേട്ടായി വന്നത്. പിന്നെ ഞാൻ മണ്ണെണ്ണയൊക്കെ എടുത്തിട്ട് 4 വശത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ വീട് പണിയൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിലെല്ലാം കൂടെ കാട് പിടിച്ചും വേസ്റ്റൊക്കെ ആയിട്ട് അങ്ങ് കിടക്കുകയായിരുന്നു. അപ്പം വേനൽ
ആയപ്പോഴേക്കും പാമ്പുകൾ പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പരിസരങ്ങളെല്ലാം ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പം ഇനി പാമ്പുകളൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ജനലൊക്കെ തുറന്നിടുമ്പം നന്നായിട്ട് പരിശോധിക്കുക. വീടുകളിലൊക്കെ തൂത്ത് വരുമ്പോഴൊക്കെ കട്ടിനടിയൊക്കെ നോക്കുക. കയറി ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. ഈ യാദൃശ്ചികമായിട്ട് ആ ഒച്ച കേട്ടത് കൊണ്ട് മാത്രമാണ് ഞാനൊന്ന് നോക്കിയത് അതെന്താണെന്ന്. ഇല്ലേ നമ്മൾ അറിയുക പോലും ഇല്ലായിരുന്നു ആ പാത്രത്തിനകത്ത് ഇരിക്കുന്നത്. ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ.